നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതാ എ പത്മകുമാർ അറസ്റ്റിൽ. മുൻ MLA കൂടിയാണ് പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM പൂർണ്ണമായും വെട്ടിലായി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്ത അതേ വിഷയത്തിൽ ഇപ്പോൾ വമ്പൻ നീക്കമാണ് SIT നടത്തിയിരിക്കുന്നത്. എ പത്മകുമാർ എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നിലംപൊത്തുമ്പോൾ പാർട്ടി എന്ത് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇനി പുറത്തേക്ക് വിടും? പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവാണ് എ പത്മകുമാർ. താൻ അറസ്റ്റിലാകും എന്നുറപ്പിച്ച പത്മകുമാർ ഇന്നലെ വൈകിട്ട് CPM ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതുവിധേനയും തന്നെ രക്ഷിക്കണമെന്നാണ് പത്മകുമാർ CPM ഉന്നത നേതാക്കളോട് ഇന്നലെ കരഞ്ഞു പറഞ്ഞത്. എന്നാൽ CPM കൈമലർത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും ഇടപെടലുകൾ ഇനി പുറത്തു വന്നാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം വരുത്തിവെക്കുമെന്ന് ഉന്നത നേതാക്കൾ പത്മകുമാറിനെ അറിയിച്ചു. തുടർന്ന് പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കളുമായി പത്മകുമാർ കൂടിയാലോചനകൾ നടത്തി. ഒരു വിധത്തിലും ഇനി താൻ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായതോടെ ഇന്ന് രാവിലെ ആറന്മുളയിലെ തൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. രഹസ്യമായി തന്നെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തോട് പത്മകുമാർ ആവശ്യപ്പെട്ടത്. തന്നെ N വാസു ചതിക്കില്ല എന്ന അവസാന നിമിഷം വരെ പത്മകുമാർ കരുതി. ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലെത്തിയപ്പോൾ അതാ തനിക്ക് മുന്നിൽ സാക്ഷാൽ N വാസു. ഇന്നലെ N വാസുവിനെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണി വരെ N വാസുവിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞത്. തുടർന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി N വാസുവിനെയും കൊണ്ടുവന്നു. വാസുവിനെയും പത്മകുമാറിനെയും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുത്തിയും പിന്നീട് ഒരുമിച്ചിരുത്തിയും അന്വേഷണ സംഘം ചോദ്യങ്ങൾ നിരത്തി. പല ചോദ്യത്തിനും കുനിഞ്ഞ ശിരസ്സായിരുന്നു പത്മകുമാറിൻ്റെ മറുപടി. ഇതോടെ അന്വേഷണ സംഘം ഉറപ്പിച്ചു മുഖ്യപ്രതി പത്മകുമാർ തന്നെ. N വാസു എന്ന കൊള്ളക്കാരനിൽ നിന്ന് ഇപ്പോൾ കാട്ടുകൊള്ളക്കാരനിലേക്ക് അന്വേഷണം കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ കൊടും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ പത്മകുമാർ എത്തുമ്പോൾ അവസാന നിമിഷമെങ്കിലും തൻ്റെ അറസ്റ്റ് ഒഴിവാക്കുമെന്നാണ് മുൻ MLA കൂടിയായ പത്മകുമാർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒടുവിൽ അന്വേഷണ സംഘത്തിന് ബോധ്യമായി ഈ കൊള്ളക്കഥയിലെ ഏറ്റവും കടുത്ത വില്ലനാണ് പത്മകുമാർ. മുരാരി ബാബുവും D സുധീഷ് കുമാറും KS ബൈജുവുമൊക്കെ തുടക്കം മുതൽ പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളിലും അറിവുള്ളയാളാണ് പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള ബന്ധം തന്നെയാണ് പത്മകുമാറിനെ ഈ കൊള്ളയിൽ ഇപ്പോൾ വീഴിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്നു. ശബരിമല ഗസ്റ്റ് ഹൗസിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയത് ഇതേ പത്മകുമാർ തന്നെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന SITയുടെ കണ്ടെത്തലാണ് ഏറ്റവും നിർണായകമായത്. തുടർന്ന് ഈ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘം വിജയിച്ചു. തെളിവുകളടക്കം എ പത്മകുമാറിന് മുന്നിൽ നിരത്തിയതോടെ ആ ശിരസ്സു കുനിഞ്ഞു. അയ്യപ്പനാണ് ഇപ്പോൾ തന്നെ വീഴിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യം വന്നിരിക്കുകയാണ് N വാസുവിനും എ പത്മകുമാറിനും. ശബരിമലയിലെ കൊടുംകൊള്ളയിൽ അറസ്റ്റിലാവുന്ന വലിയൊരു നേതാവാണ് എ പത്മകുമാർ. ഇന്നലെ പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കളോട് പത്മകുമാർ പറഞ്ഞിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഭാവമെങ്കിൽ താൻ ഒറ്റയ്ക്കായിരിക്കില്ല ജയിലിലേക്ക് പോകുന്നത്. CPMൻ്റെ ചില ഉന്നതർ കൂടി വീഴുമെന്ന്. അതുതന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. പത്മകുമാർ ഇനി ആരെ ഒറ്റുകൊടുക്കും? നേരത്തെ അപകടം നടത്ത മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ N വാസുവിനെ പുകഴ്ത്തിയിരുന്നു. വാസു ഒരു കൊള്ളക്കാരനെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന തലത്തിലായിരുന്നു മുൻ മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു മുഴം മുൻപേ ഇന്ന് ഗോവിന്ദൻ എറിഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞത് കടകംപള്ളിയുടെ ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് N വാസുവിനെ ന്യായീകരിച്ചതെന്ന്. എന്നാൽ താൻ ന്യായീകരിക്കില്ല എന്ന നിലപാടാണ് CPM പാർട്ടി സെക്രട്ടറി കൈക്കൊണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരത്തെ അറസ്റ്റിലായവരുടെയെല്ലാം മൊഴികൾ പത്മകുമാറിനെതിരായിരുന്നു. മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ കൃത്യമായ മൊഴി നൽകി. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നതായിരുന്നു ഇവരുടെ മൊഴികൾ. N വാസുവും ഇത് ആവർത്തിച്ചു. താൻ ചെയ്തതത്രയും ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശമായിരുന്നു, പ്രത്യേകിച്ച് പത്മകുമാർ നേരിട്ട് നിർദ്ദേശിച്ച കാര്യങ്ങൾ. സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 2 തവണയാണ് SIT പത്മകുമാറിന് നോട്ടീസ് കൈമാറിയത്.
ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 2 തവണ ഒഴിഞ്ഞുമാറിയെങ്കിലും ഒടുവിലിത ഊർപ്പടക്കം വീണു. അന്വേഷണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായി നീങ്ങിയത് എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ച്. എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കട്ടിളപ്പാളി സ്വർണ്ണക്കൊള്ളയിലാണ് എൻ വാസു ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത്. അതേ കേസിൽ പത്മകുമാർ കൂടി പെടുന്നതോടെ കൂടുതൽ ഉന്നതരിലേക്ക് കേസ് കത്തിപ്പടരുന്ന കാഴ്ചയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണം, ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള അന്വേഷണം, അതുകൊണ്ട് തന്നെ സർക്കാരിനും CPM-നുമൊക്കെ കടുത്ത പരിമിതികൾ. സ്വർണ്ണക്കൊള്ളക്കേസിലെ ചോദ്യം ചെയ്യൽ ഒടുവിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിൽ ചെന്ന് കലാശിക്കുമെന്ന് ഇന്ന് രാവിലെ മുതൽ സൂചനകളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് CPM നേതാക്കൾ മൗനം പാലിച്ചു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ ഇറങ്ങി നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് CPM മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ അറസ്റ്റ് മുന്നിൽ കണ്ടുള്ള മറുപടികളുടെ ഘോഷയാത്രയായിരുന്നു CPM പാർട്ടിക്കുള്ളിൽ. ഇന്നലെ വൈകുന്നേരമാണ് പത്മകുമാർ തലസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരായി. രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ ഇനി പാർട്ടി ഈ പ്രശ്നത്തെ എങ്ങനെ സമീപിക്കും? പത്മകുമാർ കൂടി അഴിക്കുള്ളിലായതോടെ പൂർണ്ണമായും CPM-ന് നേർക്ക് സംശയത്തിന്റെ വിരലുകൾ നീണ്ടു. പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഒടുവിൽ പത്മകുമാറിന് കുരുക്കായത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിൽ കഴിയുന്ന പ്രതികളൊക്കെ പത്മകുമാറിനെതിരെ മൊഴി നൽകി. ഒരൊറ്റ മൊഴിയും പത്മകുമാറിന് അനുകൂലമല്ല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്ത 2019 മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു. അതിൽ നിന്ന് പല നിർണായക വിവരങ്ങളും ലഭിച്ചു. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക അറിവുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് SIT നിശ്ചയിച്ചുറപ്പിക്കുന്നു. പത്മകുമാർ മാത്രമല്ല, അന്നത്തെ ബോർഡ് അംഗങ്ങളിൽ ചിലർ കൂടി കുടുങ്ങും എന്ന സൂചന അന്വേഷണ സംഘം പുറത്തുവിടുന്നു. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇന്ന് രാവിലെ പത്മകുമാറിൻ്റെ മുന്നിൽ നിരത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അതിവിശ്വസ്തനായിരുന്ന എൻ വാസു തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പത്മകുമാറിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ശബരിമലയിൽ പലതും നടപ്പിലാക്കി എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന് മാത്രമല്ല പത്മകുമാറിനും തുല്യ ഇടപാടുകൾ. എൻ വാസു അറസ്റ്റിലായിട്ടും പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ട ചോദ്യമാണ്. ഒടുവിൽ ഹൈക്കോടതിക്ക് മുൻപിൽ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെയാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നതെങ്കിൽ അവരെ ഈടുത്തു കുടയും എന്ന ഘട്ടത്തിലെത്തി. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ച് നൽകിയ പ്രസിഡന്റ്, അതാണ് പത്മകുമാറിനെ ആദ്യം സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവന്നത്. പത്മകുമാറിനെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ക്ഷേത്ര പൂജയ്ക്കായി കിട്ടുന്ന രസീത് തുകയിൽ ഒരു വിഹിതം ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ്. വഴിപാടുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണിത്. എന്നാൽ പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ഒന്നിലധികം ഗണപതി ഹോമങ്ങൾക്ക് വിശ്വാസികൾ രസീതെടുക്കും. എന്നാൽ ഇതിലെ നിശ്ചിത എണ്ണത്തിൻ്റെ വിഹിതം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എടുക്കാം. ഒരു പരിധി കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കിട്ടുന്ന വിഹിതത്തിൽ ഒരു പങ്ക് ദേവസ്വത്തിന് നൽകണം. ചുരുക്കത്തിൽ ഒരു ദിവസം ഏതാണ്ട് 5-ൽ കൂടുതൽ ഗണപതി ഹോമം നടന്നാലും 10-ൽ കൂടുതൽ ഗണപതി ഹോമം നടന്നാലും ചെലവ് ഏതാണ്ട് ഒരേ തുകയാകും. ഈ പഴുതുപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടുതൽ വരുമാനമുണ്ടാക്കാതിരിക്കാനാണ് ഈ തീരുമാനം. എന്നാൽ പത്മകുമാർ പ്രസിഡന്റായിരിക്കുമ്പോൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മാത്രമായി ഈ കാര്യത്തിൽ ഒരു ഇളവ് നൽകി. ഇതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുവായിരുന്നു അന്ന് ക്ഷേത്രത്തിലെ പ്രധാനി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ അറസ്റ്റിലാകുന്നതോടെ കേരളം ഉറ്റുനോക്കുന്നത് ഇനി ഏത് ഉന്നതനാണ് അഴിക്കുള്ളിൽ അഴിയെണ്ണാനായി കടന്നു ചെല്ലുന്നതെന്ന്. ശബരിമല അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഈ തെളിവുകൾ, ഈ നീക്കങ്ങൾ. അതിലപ്പുറം പത്മകുമാറിനെ പോലെയുള്ള ഉന്നതരുടെ കൊടും വീഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.